ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വെൽക്കം ബാക്ക്. ഞങ്ങളുടെ 100th എപ്പിസോഡാണ്. അതെ, 100th വ്ളോഗാണ് ഇന്ന് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതൊരു സ്പെഷ്യലാണ്. പിന്നെ കൂടാതെ ഒരു വലിയ സ്പെഷ്യലും കൂടി ഉണ്ട്. അതെ, എന്താ നീ എന്നെ പറഞ്ഞു? ഞങ്ങളുടെ ഒരു ലിറ്റിൽ എക്സ്പ്ലോററിനെ നമ്മുടെ ഫാമിലിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് ഈ ഒരു വ്ളോഗിൽ നമ്മൾ ചെയ്യുന്നത്. അതെ, ലിറ്റിൽ എക്സ്പ്ലോറർ ഇപ്പോൾ ഇച്ചിരി പാല് കുടിക്കുകയാണ്. അവനിപ്പോൾ ഒന്ന് കരഞ്ഞ് എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും. അതെ, അപ്പോൾ അവൻ്റെ പേര് എയ്ഡൻ എന്നാണ്. അപ്പോൾ ഇനി നമ്മുടെ കൂടെ അപ്പം നമ്മളുടെ എല്ലാ എപ്പിസോഡിലും ഞങ്ങളുടെ കൂടെ ഈ കുഞ്ഞ് എക്സ്പ്ലോറർ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു ട്രിപ്സ് ഒക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. കൊച്ചിച്ചിരി ഒന്ന് ആവുന്നിടം വരെ നമ്മൾ കുഞ്ഞു ട്രിപ്സൊക്കെ പ്ലാൻ ചെയ്ത് നമ്മൾ അവനെയും കൊണ്ട് പോകുന്നതാണ് ഇനിയുള്ള എല്ലാ വ്ളോഗിലും വരാൻ പോകുന്നത്. അപ്പം ഇന്ന് ഞങ്ങളിവിടെ ലിറ്റിൽ എക്സ്പ്ലോറർ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വീട്ടിൽ തന്നെയാണ്. വീട്ടിൽ ഞങ്ങൾ ക്രിസ്മസ് ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. നമ്മുടെ എയ്ഡന്റെ ആദ്യത്തെ ക്രിസ്മസ് ആണ് ഈ 24-ലുള്ളത്. അപ്പം ഞങ്ങളത് നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്ലാനിലാണ്. അപ്പം അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മുടെ ഡിസംബർ 1 തന്നെ നമ്മൾ ട്രീ ഇടാൻ വേണ്ടിയാണ് നോക്കുന്നത്. അപ്പം ഇന്നത്തെ ഒരു വ്ളോഗിൽ നമ്മൾ ക്രിസ്മസ് ട്രീയും അതേപോലെ തന്നെ ഡെക്കറേഷനും പിന്നെ എയ്ഡന്റെ ഫസ്റ്റ് ക്രിസ്മസിൻ്റെതായിട്ടുള്ള സെലിബ്രേഷൻസും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് വരുന്ന ഒരു വ്ളോഗായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ബ്രദർ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അവൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അവൻ വന്നു കഴിഞ്ഞ് സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചു, ട്രീയും കാര്യങ്ങളും എല്ലാം. ഇനി അത് ഒന്ന് സെറ്റപ്പ് ചെയ്ത് വെച്ചാൽ മതി. ഒരു 10-15 മിനിറ്റ് മിക്കവാറും എടുക്കത്തുള്ളൂ എനിക്ക് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഏട്ടനെ ഞങ്ങൾ താഴെ കൊണ്ട് ഇരുത്താമെന്ന് വിചാരിച്ചിരിക്കുക, അവൻ ഉറങ്ങിയില്ലെങ്കിൽ ഇല്ലേ. അല്ലെങ്കിൽ ഈ വ്ളോഗ് കുറേ കഴിയുമ്പോൾ ഞങ്ങൾ കാണിച്ചു കൊടുക്കും അവൻ്റെ ഫസ്റ്റ് ക്രിസ്മസിൻ്റെ ട്രീ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് താഴോട്ട് പോകാം. അനിയന് വെയിറ്റ് ചെയ്യാം, അവൻ വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുക. ഇതാണ് ഞങ്ങളുടെ ബ്രദർ ജിജോ ജേക്കബ്. Jingle bells ringing in my ear. Jingle bell, a sound that's oh so dear. Frosty the snowman is all around town. Watch out for reindeers are falling down. We stay up waiting for Santa tonight. He climbs down the chimney at the speed of light. While we're dancing around the Christmas tree, hugging and kissing just you and me. അങ്ങനെ ഞങ്ങൾ ഓൾമോസ്റ്റ് ഇട്ട് കഴിയാറായി. ബ്രോ കഴിഞ്ഞോ? ഓൾമോസ്റ്റ് കഴിഞ്ഞു. നീ അവിടെ കിഴക്കിക്കൊണ്ട് നിന്നു. മുകളിലൊരു നക്ഷത്രം ഉണ്ടായിരുന്നു, പക്ഷെ അത് എവിടെയാണ് ഉണ്ടോ? ആ, ഓക്കെ. അങ്ങനെ ഞങ്ങൾ ട്രെയിനെല്ലാം വെച്ചു. ജിജോ ആണ് ട്രെയിൻ ഓപ്പറേറ്റർ. ഇപ്പോൾ ട്രെയിൻ ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങി. കുഴപ്പമൊന്നുമില്ല. 2 വട്ടം പാളം തെറ്റിയെങ്കിലും ഇപ്പോൾ ശരിയാക്കിയെല്ലാം. അങ്ങനെ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. Christmas cake and then we go skating on the frozen lake saying hi to. അങ്ങനെ ജില്ലുവിൻ്റെ അമ്മയും കൂടി വന്നിരിക്കുകയാണ് കാണാൻ വേണ്ടിയിട്ട്. Every friendly face and later we warm up by the fireplace. Carolers are singing outside our door, lovely songs we all heard before as they walk from house to house to wish us.
അങ്ങനെ ചെറിയ ഞങ്ങളുടെ സംഭവമൊക്കെ കഴിഞ്ഞു, ഡെക്കറേഷൻസൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി ജിജോയുടെ വക വേറെ എന്തോ ഒരു പാട്ടുമേളം നടത്താൻ പോവാം, പക്ഷെ കൊച്ചുള്ളതുകൊണ്ട് ചെറുതായിട്ട്. യെസ്, ഓക്കെ. എല്ലാം DJ പാർട്ടി നടത്തുന്ന ടൈപ്പാണ്. ഞാനിപ്പോഴാണ് ലോക്ക്ഡൗൺ ആണല്ലേ. ആ സബ്സിസ്റ്റം ഒന്നും കാണാറില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. കണ്ടാ ഏടൻകുട്ടനുണ്ട് ഫസ്റ്റ് ക്രിസ്മസിന് വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ താഴോട്ട് പോവാം. അമ്മ അവിടെ വായി നോക്കി നിൽപ്പുണ്ട്. Jingle bells ringing in my ear. Jingle bell, a sound that's oh so dear. Frosty the snowman is all around town. Watch out for reindeers are falling down. We stay up waiting for Santa tonight. He climbs down the chimney at the speed of light. അങ്ങനെ ആദ്യത്തെ ഇത് കേക്കും വൈനും ഉണ്ട്. കേക്കും വൈനും കുടിക്കാൻ രണ്ടുപേരും ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അവിടെ മാറിപ്പോയത് എപ്പോൾ കിട്ടും ചോദിച്ചോണ്ട് നിൽക്കുകയായിരുന്നു രണ്ടുപേരും കൂടി. ഇപ്പം കേൾക്കുന്നു. അമ്മ റെഡിയാണ്. ഫോട്ടോ അല്ല, വീഡിയോ. ആ ഇവിടെ വ്ളോഗ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായിരുന്നു പേര്? എനിക്ക് തന്നെ എന്റെ ബ്ലോഗിന്റെ പേര് We're dancing around the Christmas tree, hugging and kissing just you and me. Carolers are singing outside our door. അങ്ങനെ ഞങ്ങൾ പാരമ്പര്യമായ രീതിയിൽ വൈനും കേക്കും കട്ട് ചെയ്ത് ആഘോഷം തുടങ്ങിയിരിക്കുകയാണ്. പന്നി. Lovely songs we all heard before as they walk from house to house. അങ്ങനെ ഫുഡ് കഴിക്കാൻ സമയമായി. അപ്പോൾ ഫുഡ് ഇനി കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവുകയാണ്. To wish us all a Merry Christmas Day. Oh, a Merry Christmas Day. അപ്പോൾ ഗിഫ്റ്റ് തരാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവർക്കും മേരി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. ഏഴന്റെ ഫസ്റ്റ് ക്രിസ്മസ്. They're falling down and follow Rudolph all across the town. Later we meet under the mistletoe while Santa's busy saying ho ho ho. We're feeling jolly, eating Christmas cake, and then we go skating on the frozen lake, saying hi to every friendly face. And later we warm up by the fireplace. Carolers are singing outside our door. Lovely songs we all heard before as they walk from house to house to wish us all a Merry Christmas Day. Woke up at the break of dawn, empty hotel room. Just had to get up, get dressed, get out, and get behind the wheel again. I gotta see your face, I miss you, I miss you. Got a long way left, but I'm gonna make it there tonight. Got my songs on the stereo. It's been a long time coming, but I know we're gonna be alright. Got an open road, I'm heading home. അപ്പോൾ
അപ്പോൾ ഞങ്ങൾ ഇന്ന് ചെറിയൊരു ട്രിപ്പ് വന്നിരിക്കുകയാണ്, നമ്മുടെ ലാൻകാസ്റ്ററിലോട്ട് വന്നിരിക്കുകയാണ്. ഇവനെ കൊണ്ട് പോകുമ്പോൾ എങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. നമ്മൾ ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്, പഴയ വ്ളോഗിൽ അമിഷ് വില്ലേജും ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു കാം ആൻഡ് ക്വയറ്റ് ഏരിയ ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും വരാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലം ആയതുകൊണ്ട് ഞങ്ങൾ ഓർത്തു കൊച്ചിനെയും കൊണ്ട് ആദ്യത്തെ ഒരു ട്രിപ്പ് ഇങ്ങോട്ട് തന്നെ വരാമെന്ന്. പക്ഷേ നമ്മൾ ഇപ്പോൾ പോയ സ്ഥലത്തൊന്നും പോകുന്നില്ല, അല്ലാണ്ട് വേറെ 2 സ്ഥലങ്ങളും ഇച്ചിരി ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റിലാക്സ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറുകയാണ്. ഇവിടെ ഒരു ബഫേ ഉണ്ട്. ഞങ്ങൾ നേരത്തെ പോയ ബഫേ അവിടെ ക്ലോസ്ഡ് ആയിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ വേറൊരു ബഫേ തപ്പി പിടിച്ചു, അങ്ങോട്ടേക്ക് കയറുകയാണ്. ഇനി അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് ഇതാ തിരിച്ചു വന്നു. അപ്പോഴത്തേനും അവന് ഫുഡ് കഴിച്ചപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. തിരിച്ച് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ അവനും വിശന്ന് തുടങ്ങി. അവസാനം എന്താ അവനും ഫുഡ് കൊടുക്കുകയാണ്. ഫുഡ് അടിപൊളിയായിരുന്നു. നമ്മൾ കഴിക്കാത്ത കുറേ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്തു. ഇല്ലേ, ഇഷ്ടപ്പെട്ടില്ലേ? നല്ലായിരുന്നു. അപ്പോൾ അടുത്ത് നമുക്ക് ഒരു അബദ്ധം പറ്റിയിരുന്നു. ജിലു എന്നും മറക്കുന്ന പോലെ തന്നെ ജാക്കറ്റ് ഇന്നും മറന്നു. പക്ഷേ നല്ല തണുപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഒരു ജാക്കറ്റ് ആദ്യം പോയി വാങ്ങിക്കാം ഇവൾക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ സ്റ്റോൾസ്ബർഗ് വില്ലേജിലോട്ട് പോകാം. തണുപ്പുണ്ട്, അപ്പോൾ അവൻ എത്രമാത്രം കോപ്പറേറ്റ് ചെയ്യുന്നതനുസരിച്ച് വേണം നമുക്ക് ആ തണുപ്പിൽ ഇറങ്ങാതിരിക്കുമോ നോക്കുന്നത്. അങ്ങനെ നമ്മൾ സ്റ്റോൾസ്ബർഗ് വില്ലേജിലേക്ക് എത്തിയിരിക്കുകയാണ്. അതെ, നമ്മുടെ പയ്യനെ ഇതിനകത്ത് സ്റ്റോളിലാക്കി കൊണ്ടുവരികയാണ്. തണുപ്പുണ്ട്, അത് കാരണം ഞങ്ങൾ ചെറിയ തണുപ്പാണ് പിടിച്ചേക്കുവാണ്. ഇത് നമ്മുടെ ആംസ്റ്റർഡാമിലൊക്കെ ഉള്ള ഒരു വില്ലേജ് പോലെ യൂറോപ്യൻ വില്ലേജ് ഇവിടെ ക്രിയേറ്റ് ചെയ്തേക്കുവാണ്. നല്ല കളർഫുള്ളായിട്ട് ഒരു എന്താ പറയുക, ഒരു യൂറോപ്യൻ സ്റ്റൈൽ, ഫുള്ളി ഒരു യൂറോപ്യൻ ഓൾഡ് ഹിസ്റ്റോറിക്കൽ രീതിയിൽ അവർ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഒരു ചെറിയൊരു വില്ലേജാണ് സ്ട്രൗസ്ബർഗ് വില്ലേജ് എന്ന് പറയും. അപ്പോൾ നമ്മുടെ ലാൻകാസ്റ്ററിൽ നിന്ന് ഒരു 30 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ടായിരുന്നു. അപ്പം നമ്മളവിടെ എത്തി. ഇവിടെ ഫുള്ള് ഷോപ്സ് മാത്രമേ ഉള്ളൂ, നമുക്ക് പോയി ജസ്റ്റ് ഒന്ന് കളർഫുൾ കടകളൊക്കെ ആയിട്ട് ഒന്ന് പോയി കാണാം. കറക്റ്റ് ഒരു യൂറോപ്യൻ സ്റ്റൈലിൽ നമ്മൾ വന്ന് നിൽക്കുന്നത്. നമ്മൾ യൂറോപ്പിലെ വ്ളോഗൊക്കെ ചെയ്ത പോലെ തന്നെ യൂറോപ്യൻ സ്റ്റൈലിൽ തന്നെ ഉണ്ടാക്കിയ ഒരു ലെവലിലാണ് ഇത് മൊത്തം നിൽക്കുന്നത്. കാരണം അവിടുത്തെ ആ ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ ഇരിക്കുന്നത്, ആ ജർമ്മൻ ടൈപ്പ് ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ ഉള്ള പടങ്ങളൊക്കെ മ്യൂറലൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ സത്യം പറഞ്ഞാൽ ആൾക്കാരില്ല ഇന്ന്. ഞങ്ങൾ വന്ന് ഇപ്പോൾ പലർക്കും ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് അറിയത്തില്ല. അപ്പം ലാൻകാസ്റ്ററിൽ വരുന്നവരെ ആമിഷ് വില്ലേജിൽ ഇത് പോയി കഴിഞ്ഞിട്ട് നേരെ അങ്ങ് പോകത്തേ ഉള്ളൂ. അപ്പം ആമിഷ് വില്ലേജിന് എത്തുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഫിലാഡൽഫിയ എന്നൊക്കെ വരുന്നവരാണെങ്കിൽ അത് വരുന്നതിന് മുമ്പാണ്. അപ്പം കാണാൻ രസമുണ്ട്. വലിയൊരു കവാടമൊക്കെ ആയി നല്ലൊരു എന്താ പറയുക രസമുണ്ട്. നമ്മൾ യൂറോപ്യൻ സ്റ്റൈലിൽ പോയാൽ അപ്പോൾ ഞങ്ങൾ പണ്ട് യൂറോപ്പിൽ പോയതിൻ്റെ ഓർമ്മകളൊക്കെ ഇപ്പോൾ തിരിച്ചു വരും. അങ്ങനെ സ്റ്റിൽ ഞങ്ങൾ ഇതിൽ കൂടെ തന്നെ നടക്കുകയാണ്. ജില്ലുവൊക്കെ ഒന്ന് വണ്ടിയിലോട്ട് കയറി, കാരണം തണുപ്പുണ്ട്, അവൾക്ക് ജാക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കൊച്ചും ജില്ലും കൂടി വണ്ടിയിൽ പോയിരിക്കുകയാണ് ഹീറ്റൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് നടന്ന് നിങ്ങളെ എല്ലാം ഈ കാഴ്ചകൾ കാണിച്ചിട്ട് നമുക്ക് പോകാമെന്ന് വിചാരിച്ചു.
ഞാനിതിൻ്റെ ഒരു സ്ക്വയറിൻ്റെ മിഡിൽ വന്ന് നിൽക്കുകയാണ്. ഇവിടെ സത്യം പറഞ്ഞാൽ ആൾക്കാർ ആരുമില്ല, കുറച്ച് ഫാമിലീസ് അപ്പുറത്തും ഉണ്ട്, അതുകൊണ്ട് വേറെ ആരുമില്ല. പക്ഷേ നല്ല രസമുണ്ട്. എനിക്കൊന്ന് സമ്മറായി കഴിയുമ്പോഴത്തേനും നല്ല തിരക്കായിരിക്കും എന്ന് തോന്നുന്നു. കാരണം ഇവിടെ ആൾക്കാർ താമസിക്കുന്നതും ഇതെല്ലാം കൂടി ആയിട്ടുള്ള സ്ഥലം കൂടിയാണ്. ഇതാണ് നല്ല കാറ്റും കൂടിയാണ്, ഭയങ്കര തണുപ്പും നല്ല കാറ്റും. അതുകൊണ്ട് അധികം നടക്കാൻ പറ്റുന്നില്ല. എൻ്റെ കൈയൊക്കെ മറിച്ച്, ഞാനാണെങ്കിൽ അതിനനുസരിച്ച് ഗ്ലൗസോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ തിരിച്ചിനി പോവുകയാണ്. കാരണം എല്ലാം ഓപ്പണാണ്, പക്ഷേ പുറത്തൊന്നും കാര്യങ്ങളൊന്നും ആൾക്കാർ നിൽക്കുന്നില്ല. തണുപ്പാണ്, എല്ലാവരും ഉള്ളിൽ തന്നെയാണ്. ഓപ്പൺ എന്ന് പറഞ്ഞാൽ എല്ലാ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചില കടകളുടെ പേര് നമുക്ക് ഒന്നും പുറത്തൊന്നുമില്ല, എന്താണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് പിന്നെ ഉള്ളിലോട്ട് കയറിയിട്ടും കാര്യമില്ല എന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ എല്ലാ കടയിലും കയറി നോക്കേണ്ടി വരും, ഇതെന്തിൻ്റെ കടയാണെന്നുള്ളത്. ചില കടകളുടെ മുമ്പിൽ മാത്രമേ എന്തിൻ്റെയാണെന്ന് എഴുതിയിട്ടുള്ളൂ. പിന്നെ ആൾക്കാർ കുറച്ച് പേരും കൂടി ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിന് പോവാം. നമുക്ക് കൊച്ചിനും കൂടി കയറാൻ പറ്റുന്നത്. ബാക്കിയെല്ലാം നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ഒരു വ്ളോഗിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് പിന്നെ അത് കാണിക്കുകയും പറയുകയും ചെയ്യുന്നില്ല. ആ സ്ഥലത്ത് ഞങ്ങൾ പോകുന്നുമില്ല, നിങ്ങൾ പഴയ വ്ളോഗ് കണ്ടാൽ മതി. അങ്ങനെ നമ്മുടെ സോൾസ്ബർഗ് വില്ലേജ് എല്ലാം കണ്ടു കഴിഞ്ഞ്, കാരണം തണുപ്പായതുകൊണ്ട് നമുക്ക് അധികം നേരം നിൽക്കാൻ പറ്റില്ല, ആൾക്കാരും കുറവാണ്. പിന്നെ കടകളൊക്കെ ഇത് അടച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് വെയിലൊക്കെ തെളിഞ്ഞു ഇപ്പം, എന്നാലും തണുപ്പാണ്, കാറ്റടിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഉള്ളിലുള്ള എന്തെങ്കിലും സംഭവം ചെയ്യാമെന്ന് വെച്ചാൽ. അപ്പോൾ ഞങ്ങൾ ജില്ലുവിന് എന്തായാലും ജാക്കറ്റ് വേണമല്ലോ. അപ്പോൾ ഞങ്ങൾ വെച്ചൊരു മാളിലോട്ട് പോകും. അപ്പം നമ്മുടെ താമസിക്കുന്ന ഹോട്ടലിൻ്റെ അവിടെ നിന്ന് 10 മിനിറ്റ് അകലെ തന്നെ. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോകും. ഇവിടുന്ന് ഒരു ഹാഫ് ആൻ അവർ ഉണ്ട്. അവിടെ പോയി മാളിൽ കൂടെ പോയി നടന്ന് ഒന്ന് ഇൻഡോറിൽ കൂടെയൊക്കെ പോയി ഭക്ഷണം എല്ലാം കഴിച്ച് പിന്നെ ഒന്ന് ചില്ല് ചെയ്ത് പോവാം. നമ്മളൊരിക്കലും പോകാത്ത സ്ഥലമാണ് വ്ളോഗിൽ മാള്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. എങ്ങോട്ട് എന്താ ഇവിടെ പാല് കുടിച്ചോണ്ടിരിക്കുകയാണ് പിന്നെയും ഓൾറെഡി ഞങ്ങളോട് പറയും, നിങ്ങളിപ്പോൾ എവിടെ പോയാലും നിങ്ങളുടെ ബ്ലോഗിൽ ഫുഡിൻ്റെ ഇത് കാണും, ഫുഡ് കഴിച്ചില്ല എന്ന് എല്ലാവരും പറയും. ഇപ്പോൾ അവനിപ്പോൾ പാല് കുടിക്കുന്നതുകൊണ്ട് അവനും പാല് കൊടുത്തില്ലെന്ന് ഞങ്ങൾ ഇനി പറയാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ പോവാം. അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു, കുറച്ച് ഡ്രസ്സുകളൊക്കെ എടുത്തു. അപ്പോൾ ചില്ലും പുറകിലുണ്ട്. ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഞങ്ങൾ ബോസ്കോസിലാണ് കയറി. ഇനി വേറെ മാളിൽ കൂടെ ഞങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ചുമ്മാ നോക്കട്ടെ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന്. അങ്ങനെ ഞങ്ങൾ റൂമിൽ വന്ന് ഫ്രഷപ്പായി നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി താഴെ പോയി. ഇന്നലെ കഴിക്കാൻ പോയ സെയിം സ്ഥലത്ത് തന്നെ ഞങ്ങൾ ഇന്നും പോകുന്നത്. കാരണം ഞങ്ങൾക്ക് അവിടുത്തെ ഫുഡ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ദാ ചില്ലും ഏടൻകുട്ടനും കൂടെയുണ്ട്. അവൻ ഏടൻ ഇതാ ഇപ്പോൾ പാലം കൊടുത്ത് ഉറക്കിയിരിക്കുകയാണ്. ഇനി നമുക്ക് നേരെ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാം. അങ്ങനെ ഞങ്ങളിതാ ഇവിടെ ലോബിയിൽ വന്നിരിക്കുകയാണ്. ഇന്നലെ ഇരുന്ന പോലെ തന്നെ റിലാക്സ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇന്ന്. ഞങ്ങളുടെ ചുറ്റും അവിടെ എന്തൊക്കെയോ ഇന്ന് ഗെയിം നടക്കുന്നുണ്ട്. അത് കാരണം ഭയങ്കര ബഹളമൊക്കെ ആയിട്ട് കൊച്ചു ഞെട്ടി ഉണരുകയാണ് ഇടയ്ക്കിടയ്ക്ക്. അത് കാരണം റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇന്ന്. മിക്കവാറും ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞ് നേരെ റൂമിലോട്ട് പോകുമായിരിക്കും. അതാണ് ഞങ്ങളുടെ മിക്കവാറും പരിപാടി. ഇന്ന് അവിടെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. അവർ ഭയങ്കര ബഹളം ഉണ്ടാക്കും. കാരണം ഇന്ന് ഗെയിം ഉള്ളതുകൊണ്ട് ഓരോ ടച്ച് ഡൗണും അവർ വലിയ വെച്ചുണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ കൊച്ചു പേടിക്കുന്നതുകൊണ്ട് ഞങ്ങൾ വെച്ചാൽ അതിൻ്റെ മുകളിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. കുറച്ചുകൂടി മുമ്പ് അറിഞ്ഞിരുന്നെങ്കിൽ ടു ഗോ ചെയ്യായിരുന്നു. അപ്പോൾ ഓൾറെഡി അവിടെ ഇതിട്ട് കൊടുത്തു. അതുകൊണ്ട് പിന്നെ ടു ഗോ ചെയ്യുന്നില്ല. ഇവിടെ ഇരുന്ന് കഴിച്ച് പെട്ടെന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളുടെ ഫുഡ് വന്നു. അപ്പോൾ ഞാനൊരു ഹണി ബാർബിക്യൂ ചിക്കൻ സാൻഡ്വിച്ച് എന്ന് പറഞ്ഞ സാൻഡ്വിച്ച്, കോൾസ്ലോ എല്ലാം ആയിട്ട് ഫ്രൈസുമായിട്ട്, ജിലുവിന് ഒരു ചിക്കൻ ഫ്ലാറ്റ് ബ്രെഡ്. അപ്പം ഇത് രണ്ടും വാങ്ങുകയെ. അപ്പോൾ ഞങ്ങൾക്കിനി കഴിക്കാം. അതെ, സൗണ്ട് കൂടി വരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് റൂമിൽ പോവാം. അങ്ങനെ എല്ലാവരും ഉറക്കമല്ലാതെ കണ്ടല്ലോ അല്ലേ? പിറ്റേ ദിവസം രാവിലെയായി ആക്ച്വലി. അപ്പോൾ ഞങ്ങൾ ഇന്നലെ വന്നു കഴിഞ്ഞ് ഭക്ഷണമെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് ഞങ്ങൾ നേരെ കിടക്കുകയായിരുന്നു ചെയ്ത്. തന്നെ അവൻ കിടന്ന് ഇവിടെ എണീച്ചു. അപ്പോൾ ഞങ്ങളെല്ലാം റെഡിയായി. ഇനി ഞങ്ങൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങുകയാണ് ഈ ഹോട്ടലിൽ നിന്ന്.
എന്നിട്ട് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. അതും കഴിച്ച് പിന്നെ നമ്മളൊരു ചെറിയ ഷോപ്പിംഗ് മാളിൽ പോകുന്നുണ്ട്. അപ്പോൾ അതോടെ നമ്മുടെ ഈ ഒരു എന്താ പറയുക വീക്കെൻഡ് ട്രിപ്പ് ഇവിടെ കഴിയുകയാണ്. എല്ലാം പറയുന്ന പോലെ ഷെയർ, സബ്സ്ക്രൈബ് അല്ലേ. അപ്പോൾ ഞങ്ങളുടെ ലിറ്റിൽ എയ്ഡനും കൂടി ഇനി കൂടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പുതിയ ട്രിപ്പുകൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ പോവാം. നിങ്ങളൊന്ന് ഞങ്ങളുടെ കൂടെ കൂടാം.